നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ രോഷമാണ് ഉയരുന്നത്. നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് മുഴുവനായും ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അതിൽപ്പെട്ട് ഒരു സാധാരണ സ്ത്രീ, തലയോലപ്പറമ്പ് സ്വദേശി വിന്ദു മരണപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, മാർച്ചുകൾ, ധർണകൾ ഒക്കെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കൃത്യമായും കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. മറ്റ് പല ഭാഗങ്ങളിലും വീണ ജോർജിൻ്റെ വസതിയിലേക്കും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഓഫീസുകളിലൊക്കെ തന്നെ ഇപ്പോൾ മാർച്ചുകളും ധർണകളും വിവിധ തരത്തിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കാണുമ്പോൾ എന്താണ് ഇത്തരത്തിൽ ഇവർ പ്രതികരിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി FV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീണ ജോർജിനെ പ്രതിരോധിച്ചുകൊണ്ട് വീണ ജോർജ് എന്ന മന്ത്രിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് സിസ്റ്റം എന്ന് കൃത്യമായുള്ള ഒരു മറുപടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ മന്ത്രിക്കുമുള്ളൂ എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്താണ് ഇവരെയൊക്കെ പറയേണ്ടത്? കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ഉള്ള ഉത്തരവാദിത്തം, അതായത് പൊതുജനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം മാത്രമേ മന്ത്രിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് കാറിൽ നാട് നീളെ നിരങ്ങി അതുപോലുള്ള സുഖലോലുപ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന മന്ത്രിക്ക് സാധാരണക്കാരൻ്റെ ഉത്തരവാദിത്വമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ മന്ത്രിസ്ഥാനം എന്നു ജനങ്ങൾ ചോദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പമാണ് മുൻ MP കൂടിയായ ശ്രീമതി ടീച്ചർ അടക്കം ഇപ്പോൾ വീണ ജോർജിനെ പിന്തുണച്ചു വരികയാണ്. കോന്നി MLA ജിനീഷ് കുമാറും വീണ ജോർജ് നടപ്പാക്കിയ തൻ്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് വാതോരാതെ ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയൊക്കെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സിസ്റ്റമാണ് പ്രശ്നം. ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ആരാണ് സാർ? നിങ്ങളൊക്കെയല്ലേ? കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ MLA മാരും മന്ത്രിമാരും ഒക്കെയല്ലേ ഈ സിസ്റ്റം ഇവിടെ രൂപകൽപ്പന ചെയ്തത്? അതിന് മുമ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ UDF മന്ത്രിമാരെ കുറ്റം പറയാം, UDF നേതാക്കളെ കുറ്റം പറയാം. പക്ഷേ ഈ സിസ്റ്റം എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ഈ സിസ്റ്റം ഇവിടെ നിർമ്മിച്ചത് നിങ്ങൾ തന്നെയാണ്, ഇടത് വലത് മുന്നണികൾ തന്നെയാണ്. BJP ആ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ കേരളം ഭരിച്ചിട്ടുമില്ല. എങ്കിലും അവർക്കും ഈ ഇത്തരത്തിലുള്ള ഈ ഒരു സിസ്റ്റത്തെ കുറ്റം പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് BJPയും എന്നും പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം വീണ ജോർജിനെ ഇത്തരത്തിൽ പിന്തുണച്ച് സിസ്റ്റത്തെ കുറ്റം പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ, മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പാവപ്പെട്ട ആളുകൾ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്? തങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ഈ സർക്കാരിനെയോ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന നമ്മൾ ആരും കാണാത്ത, അല്ലെങ്കിൽ ഇവരാരും നമുക്ക് കൃത്യമായി പറഞ്ഞു തരാത്ത ഈ സിസ്റ്റത്തെയാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്.